ഫ്ലോയം പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന പി എസ് സി എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മേഘാലയയുമായി അതിർത്തി പങ്കിടുന്ന ഏക അയൽ രാജ്യം ബംഗ്ലാദേശ്. മേഘാലയയുമായി അതിർത്തി പങ്കിടുന്ന ഏക അയൽ രാജ്യം ബംഗ്ലാദേശ്. മിനി പമ്പ എന്ന പദ്ധതി കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ്? ഭാരതപ്പുഴ. മിനി പമ്പ എന്ന പദ്ധതി കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ്? ഭാരതപ്പുഴ. ഇന്ത്യയിലെ ഏത് തുറമുഖത്തെയാണ് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്ന് പുനർനാമകരണം ചെയ്തത്? കൊൽക്കത്ത. ഇന്ത്യയിലെ ഏത് തുറമുഖത്തെയാണ് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്ന് പുനർനാമകരണം ചെയ്തത്? കൊൽക്കത്ത തുറമുഖത്തെ. ഖാരിഫിലെ വിളവെടുപ്പ് കാലം ഏത്? നവംബർ ആദ്യവാരം. ഖാരിഫിലെ വിളവെടുപ്പ് കാലം ഏതാണ്? നവംബർ ആദ്യവാരം. കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പാനൽ ചുമർ ചിത്രമായ ഗജേന്ദ്രമോക്ഷം എവിടെയാണുള്ളത്? കൃഷ്ണപുരം കൊട്ടാരം. കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പാനൽ ചുമർ ചിത്രമായ ഗജേന്ദ്രമോക്ഷം എവിടെയാണുള്ളത്? കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. റേഡിയോ, ക്യാമറ, ക്ലോക്ക്, കളിപ്പാട്ടങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന സെല്ലുകൾ ഏവ? ഡ്രൈ സെൽ. റേഡിയോ, ക്യാമറ, ക്ലോക്ക്, കളിപ്പാട്ടങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന സെല്ലുകൾ ഏവ? ഡ്രൈ സെൽ. ഹരിവരാസനം പുരസ്കാരം നേടിയ ആദ്യത്തെ എഴുത്തുകാരൻ ആര്? ശ്രീകുമാരൻ തമ്പി. ഹരിവരാസനം പുരസ്കാരം നേടിയ ആദ്യത്തെ എഴുത്തുകാരൻ ആരാണ്? ശ്രീകുമാരൻ തമ്പി. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരേണ്ട പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കാനായി 2009 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? ഡോക്ടർ യശ്പാൽ കമ്മിറ്റി. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരേണ്ട പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കാനായി 2009 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏത്? ഡോക്ടർ യശ്പാൽ കമ്മിറ്റി. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായ ആദ്യത്തെ വനിതയാര്? പി.ടി. ഉഷ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായ ആദ്യത്തെ വനിതയാര്? പി.ടി. ഉഷ. ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമിയായി അറിയപ്പെടുന്ന നിയമം ഏത്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമിയായി അറിയപ്പെടുന്ന നിയമം ഏത്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന സാധ്യമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? 7ാം ഭേദഗതി. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടന സാധ്യമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 7ാം ഭേദഗതി. ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട ഇന്ത്യൻ സംസ്ഥാനം ഏത്? തെലങ്കാന. ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തെലങ്കാന. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം? 1915. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം 1915 ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത്. രണ്ടാം ബർദോളി എന്നറിയപ്പെട്ട കേരളത്തിലെ പട്ടണം ഏത്? പയ്യന്നൂർ. രണ്ടാം ബർദോളി എന്നറിയപ്പെട്ട കേരളത്തിലെ പട്ടണം ഏതാണ്? പയ്യന്നൂർ. നിലവിലെ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമുള്ള നിയമപരമായ അവകാശമാണ് സ്വത്തവകാശം? അനുച്ഛേദം 300A. നിലവിൽ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമുള്ള നിയമപരമായ അവകാശമാണ് സ്വത്തവകാശം? അനുച്ഛേദം 300A. അമൃതകാലം എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആത്മനിർഭർ ഭാരതം. അമൃതകാലം എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആത്മനിർഭർ ഭാരതം. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക ഇന്ത്യൻ നേതാവ്? ഡോക്ടർ ബി.ആർ. അംബേദ്കർ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഏക ഇന്ത്യൻ നേതാവ് ആരാണ്? ഡോക്ടർ ബി.ആർ. അംബേദ്കർ. കാർവേ കമ്മിറ്റി ഇന്ത്യയിലെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെറുകിട വ്യവസായം. കാർവേ കമ്മിറ്റി ഇന്ത്യയിലെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് മേഖലയുമായി ചേർന്നിരിക്കുന്നതാണ് കാർവേ കമ്മിറ്റി? ചെറുകിട വ്യവസായം. അന്തഃസംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിലുള്ള മൂലകങ്ങളാണ്? എഫ് ബ്ലോക്ക്. അന്തഃസംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിലുള്ള മൂലകങ്ങളെയാണ്? എഫ് ബ്ലോക്ക് മൂലകങ്ങൾ. ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹമായ പ്രഥമ പ്രതിശ്രുതി എന്ന ബംഗാളി നോവൽ എഴുതിയതാര്? ആശാപൂർണ ദേവി. ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹമായ പ്രഥമ പ്രതിശ്രുതി എന്ന ബംഗാളി നോവൽ എഴുതിയതാരാണ്? ആശാപൂർണ ദേവി. സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി. സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഹൃദയപേശികളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളിൽ കാൽഷ്യം, കൊഴുപ്പ് എന്നിവ അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായി ധമനികളുടെ ഉള്ളു കുറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത്? അതിറോസ്ക്ലീറോസിസ്. ഇതാണ് ഹൃദയപേശികളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളിൽ കാൽഷ്യം, കൊഴുപ്പ് എന്നിവ അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായി ധമനികളുടെ ഉള്ളു കുറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്?
അതിറോസ്ക്ലീറോസിസ്. ദേശീയ ഗുസ്തി താരവും ഒളിമ്പിക്സ് മെഡൽ ജേതാവുമായ സാക്ഷി മാലിക്കിന്റെ ജന്മദേശം ഏത്? ഹരിയാന. ദേശീയ ഗുസ്തി താരവും ഒളിമ്പിക്സ് മെഡൽ ജേതാവുമായ സാക്ഷി മാലിക്കിന്റെ ജന്മദേശം ഏതാണ്? ഹരിയാന. നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും 12 വയസ്സുവരെയുള്ള കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച സംരംഭം ഏതാണ്? എന്റെ കൂട്. എന്താണ്? നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും 12 വയസ്സുവരെയുള്ള കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച സംരംഭമാണ് എന്റെ കൂട്. ഫേസ്ബുക്ക് ആരംഭിച്ച വർഷം 2004. ഫേസ്ബുക്ക് ആരംഭിച്ച വർഷം 2004. ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിലോ കമ്പ്യൂട്ടർ ശൃംഖലയിലോ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ താറുമാറാക്കുന്ന ദുഷ്പ്രവൃത്തി ഏത്? ക്രാക്കിംഗ്. എന്താണ്? ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിലോ കമ്പ്യൂട്ടർ ശൃംഖലയിലോ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ താറുമാറാക്കുന്ന ദുഷ്പ്രവൃത്തി ഏതാണ്? ക്രാക്കിംഗ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തിത്തുണി ഉൽപാദന കേന്ദ്രമായതിനാൽ കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏത്? മുംബൈ. ഇന്ത്യയിൽ ഏറ്റവും പ്രധാന പരുത്തിത്തുണി ഉൽപാദന കേന്ദ്രമായതിനാൽ കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏതാണ്? മുംബൈ. സാൽമൊണല്ല ബാക്ടീരിയകൾ മൂലമുണ്ടാകുന്ന രോഗാവസ്ഥ ഏത്? ഭക്ഷ്യവിഷബാധ. സാൽമൊണല്ല ബാക്ടീരിയകൾ മൂലമുണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? ഭക്ഷ്യവിഷബാധ. പുനലൂർ ചെങ്കോട്ട പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ആരുൾവാമൊഴി ചുരം. പുനലൂർ ചെങ്കോട്ട പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ആരുൾവാമൊഴി ചുരം. ഓക്കെ, വരുന്ന എക്സാമുകൾക്കൊക്കെ നന്നായി പഠിക്കുക.